മോന് ഉറക്കം തീരെ കുറവാ. ഓരോരോ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ. ഉറക്കത്തിന് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. ഓരോരോ കാര്യം ഓർക്കാതിരുന്നാ പോരെ? മൂങ്ങവൈദ്യനോട് ചോദിക്കാം. അത് വേണ്ട. ഉറങ്ങാൻ മരുന്ന് കഴിക്കുന്നത് നല്ലതല്ല. ക്ഷീണം വരും. പിന്നെ മരുന്ന് കഴിച്ചാൽ ടെൻഷൻ കാരണം ഉറക്കം പോവും. ഞാനൊന്ന് ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, മോന് ഉറക്കം കിട്ടണം. തലയ്ക്ക് 2 അടി കൊടുത്താൽ മതി, ഉറക്കം കിട്ടും. ചേട്ടൻ്റെ ഇടി കിട്ടുമ്പോൾ സൂത്ര ഉറങ്ങിപ്പോവാറുണ്ടില്ലേ സൂത്ര? മിണ്ടാതിരി. മോൻ എന്തോർത്തിട്ടാ ടെൻഷൻ? ഓരോരോ കാര്യം ഓരോന്നായി പറ. വലുതാകുമ്പോൾ ആനയെ പിടിക്കാൻ പോവുമല്ലോ, അന്നേരം ആന കുറ്റൂന്ന് ഓർത്ത് ടെൻഷനാ. കൊമ്പില്ലാത്ത ആനയെ പിടിച്ചാൽ മതി, തീർന്നില്ലേ? പിന്നെ പെരുമഴ പെയ്ത് ഗുഹ മുങ്ങുമോന്നും ടെൻഷനുണ്ട്. അന്നേരം ഇവിടെ വലിയൊരു കുഴി കുഴിച്ചാൽ മതി, മഴ അതിനകത്ത് വീണോളും. എനിക്കും ടെൻഷനായി. ഇപ്പോൾ തന്നെ കുഴിക്കട്ടെ സൂത്ര? വവ്വാലിനെ പോലെ തല കീഴായി തൂങ്ങുന്നത് ഓർക്കും. അപ്പോഴും ടെൻഷനാ, താഴെ വീണാലോന്ന്. താഴെ പുല്ല് വിരിച്ചെന്ന് ഓർത്താൽ മതി, വീണാലും ഒന്നും പറ്റില്ല. പിന്നെ മതി. ഉറക്കം വരാൻ പൊതുവായൊരു വഴി പറയാം. ഉറക്കം വരാതെ കിടക്കുമ്പോൾ മനസ്സിൽ 1, 2, 3 എണ്ണണം. 100 വരെയൊക്കെ എത്തുന്നതിന് മുമ്പ് ഉറങ്ങും, ഷുവർ. അത് കൊള്ളാം. ഹോ, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഓരോരോ ടെൻഷൻ വന്ന് കയറുന്നതേ. കുട്ടിക്കാലത്ത് കണക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വന്നത് വെറുതെ അല്ല. കടിയാൻ വിളിക്കുന്നു. ഉറക്കം കിട്ടിയെന്ന് പറയാനാ. മോൻ്റെ ഉറക്കമൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പോൾ ഫുൾ ഉറക്കം പോയി. അതെങ്ങനെ? 100 വരെ എണ്ണാനല്ലേ താൻ പറഞ്ഞത്? 4 കഴിഞ്ഞ് എന്താണെന്ന് അവന് കിട്ടിയില്ല. ആ ടെൻഷനിൽ ഉറക്കം പോയടോ. അമ്മോ.